സ്വാഗതം കട്ട് ആൻഡ് റൈറ്റിലേക്ക്. അധികാരത്തിൽ വരാൻ വേണ്ടി എന്തു കളിയും കളിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരാണ് CPM സഖാക്കൾ. അതിനുവേണ്ടി കോടികൾ ചിലവഴിക്കാനും സർക്കാരിന് മടിയില്ല. അതിന് ഖജനാവിൽ പണമില്ലേലും. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും മൂന്നാം വട്ടവും പിണറായി തന്നെ ഭരിക്കുമെന്ന വിശ്വാസവുമായി മുന്നോട്ട് പോയിരുന്ന സർക്കാരിന് അക്കാര്യത്തിൽ ഏതാണ്ട് അടിപിഴയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം ജനങ്ങളുടെ മനസ്സ് വേണ്ട പോലെ മനസ്സിലാകുന്നില്ല എന്നൊരു തോന്നൽ. അതിനൊക്കെ അപ്പുറത്ത് ചാനലുകാരടങ്ങുന്ന ശത്രുസേനയുടെ കളി കാരണം എല്ലാം കൈവിട്ടു പോകുമോ എന്നൊരു ഭയം. അതുകൊണ്ട് മനസ്സറിയാനും മനസ്സു മാറ്റാനുമുള്ള പുതിയ ചില പൊടിക്കൈകളുമായി സർക്കാർ അണിഞ്ഞൊരുങ്ങി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കാര്യം കോടതി മുളയിലേ നുള്ളി. പറഞ്ഞു വന്നത് നവകേരള സർവേ വെട്ടിമാറ്റിയ ഹൈക്കോടതി വിധിയെക്കുറിച്ചാണ്. സർവേ പാടില്ലെന്ന് പറഞ്ഞ കോടതി സർവേ സാമ്പത്തിക നിയമത്തിന്റെ വ്യതിചലനമാണെന്ന് പറയുകയായിരുന്നു. നവകേരളം സൃഷ്ടിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ട സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചത്. 2031 കേരളം എങ്ങനെയായിരിക്കണമെന്ന വിഷനാണ് നവകേരള സർവേയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അതായത് ജനങ്ങളുടെ മനസ്സറിഞ്ഞിട്ട് വേണം കേരളത്തെ ഇനി എങ്ങനെ കെട്ടിപ്പടുക്കേണ്ടത് എന്ന് ആലോചിക്കാനെന്ന്. എന്നാൽ അതൊരു പക്ക രാഷ്ട്രീയ പരിപാടിയാണെന്ന് മനസ്സിലാകാതിരിക്കാൻ മാത്രം മണ്ടന്മാരല്ല കേരളത്തിലുള്ളവരെന്ന് ഇനിയും മനസ്സിലാക്കാത്തത് മുഖ്യനു മാത്രമാണ് എന്നതാണ് കഥ. 20 കോടി രൂപയാണ് പരിപാടിയുടെ ചിലവായി കണക്കാക്കിയിരുന്നത്. വികസനത്തെക്കുറിച്ച് സർക്കാരിനായി വിവരശേഖരണം നടത്തുക മാത്രമാണ് ലക്ഷ്യമെന്നായിരുന്നു ഔദ്യോഗിക ഭാഷ്യമെങ്കിലും മുഖ്യമന്ത്രിയുടെ ആമുഖ കത്തും സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന ബ്രോഷറുമായാണ് വളണ്ടിയർമാർ സർവേക്ക് എത്തുക. അവയെ അടിസ്ഥാനമാക്കിയാണ് സർവേയിലെ ചോദ്യങ്ങൾ. പുതിയ വികസന പദ്ധതികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെ, കഴിഞ്ഞ 10 വർഷത്തെ വികസനത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, ക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെ വിപുലീകരിക്കാം എന്നിങ്ങനെയാണ് ചോദ്യങ്ങൾ. ആളുകളുടെ വിമർശനങ്ങൾക്ക് മറുപടി നൽകണമെന്നും സഖാക്കൾക്ക് നിർദ്ദേശമുണ്ട്. ഇതിനെതിരെ പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്ത് വന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM നടത്തുന്ന വിവരശേഖരണമാണ് ഇതെന്ന ഹർജി കോടതിയിൽ ഫയൽ ചെയ്തു. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം മുബാസ് ഓടക്കാലി എന്നിവരാണ് വിഷയത്തിൽ കോടതിയെ സമീപിച്ചത്. സർവേക്കായി നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരെ ഉപയോഗിക്കുന്നുവെന്ന് കാണിച്ച് പ്രതിപക്ഷ അധ്യാപക സംഘടനയായ KPCTയെയും രംഗത്തെത്തിയിരുന്നു. NSSനെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സംഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ് എന്നായിരുന്നു അധ്യാപകരുടെ വാദം. വിഷയത്തിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് CPMന്റെ നവകേരള പരിപാടി കോടതി തള്ളിക്കളഞ്ഞത്. സർവേ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വിവരശേഖരണമാണെന്നായിരുന്നു കോടതിയിൽ ഹർജിക്കാർ വ്യക്തമാക്കിയത്. സർക്കാർ ചെലവിൽ ഇത്തരമൊരു സർവേ നടത്തുമ്പോൾ ധനകാര്യ വകുപ്പിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. സാമ്പത്തിക നിയമങ്ങളുടെ വ്യതിചലനമായതുകൊണ്ട് തന്നെ സർവേ നിയമവിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കി. കോൺഗ്രസ് തിരഞ്ഞെടുപ്പായപ്പോൾ കോടിക്കണക്കിന് രൂപയ്ക്ക് PR വർക്ക് നടത്തുകയാണെന്നാണ് സർക്കാരിലെ ഒരു മന്ത്രി പറഞ്ഞത്. KC വേണുഗോപാലിന്റേത് ഭൂമിയിലെ രാജാക്കന്മാർ എന്ന സിനിമയെ അനുസ്മരിക്കും വിധമുള്ള പ്രകടനമാണെന്നും മന്ത്രി കാച്ചിവിട്ടു. മൂന്നാം വട്ടവും അധികാരത്തിൽ വരാനായി പിണറായി സർക്കാർ നടത്തുന്ന നാടകങ്ങൾ 1, 2, 3 അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനുവേണ്ടി നടത്തുന്ന പരസ്യ പ്രചാരണങ്ങളും ചെറുതല്ല. കോൺഗ്രസിന്റെ PR വർക്കിനെതിരെ ആഞ്ഞടിക്കുന്നവർ മുഖ്യന് നൽകുന്ന PR സപ്പോർട്ട് ചെറുതല്ല. PR വർക്കില്ലെന്ന് പറയുന്നവർക്ക് കെയ്സൺ എന്ന ഏജൻസിയെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ആവോ? പ്രസ് സെക്രട്ടറി, മീഡിയ സെക്രട്ടറി, മാധ്യമ ഉപദേഷ്ടാവ് എന്നിവർക്കൊക്കെ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ കൊടുക്കുമ്പോഴാണ് കെയ്സനെ പോലെയുള്ള ഏജൻസികൾ മുഖ്യന് ചുറ്റും കറങ്ങിത്തിരിയുന്നത് എന്നുകൂടി ഓർക്കണം. ഇപ്പോൾ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നടത്തുന്ന പുതിയ കേരളം കെട്ടിപ്പടുക്കാനുള്ള യാത്ര അപ്പോൾ എന്തിനെ അനുസ്മരിപ്പിക്കുന്നതാണാവോ? സർവേ എന്ന് പറഞ്ഞ് വീടായ വീടെല്ലാം കയറി ഇറങ്ങി സർക്കാരിനെ കുറിച്ച് തോരാതെ തള്ളിമറിച്ച് വോട്ട് തട്ടാനുള്ള തന്ത്രം, അതും സർക്കാർ സംവിധാനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രം ഏത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നുകൂടി സർക്കാർ ജനങ്ങളോട് പറയേണ്ടി വരും. പാർട്ടി പ്രവർത്തനമല്ല, ജനങ്ങളുടെ ക്ഷേമം മുന്നിൽ കണ്ടുള്ള വികസനമാണ് ഉദ്ദേശമെന്ന് വീമ്പിളക്കിയ സഖാക്കൾക്കൊന്നും ഇപ്പോൾ കോടതിയുടെ ചോദ്യത്തോട് പ്രതികരിക്കാനില്ല. ഉത്തരവ് വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ പദ്ധതിയും വിശദാംശങ്ങളും അറിഞ്ഞ പാർട്ടി സെക്രട്ടറി മറ്റ് സഖാക്കൾക്ക്, അതായത് ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ച കത്ത് പുറത്തു വന്നതോടെയാണ് ഗോവിന്ദൻജി വാ പൂട്ടിയത്. ആ കത്ത് എങ്ങനെയാണ് എന്നൊന്ന് പറയാം.
സഖാവെ, വികസനക്ഷേമ പദ്ധതികളെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാനായി സംസ്ഥാന സർക്കാർ സർവേ സംഘടിപ്പിക്കുന്നത് നേരത്തെ അറിയിച്ചിരുന്നല്ലോ. നവകേരളം വികസനക്ഷേമ സർവേ എന്ന പേരിലുള്ള പ്രസ്തുത സർവേ സംഘടിപ്പിക്കുന്നതിനായി നവകേരള കർമ്മസേനയ്ക്ക് രൂപം നൽകുകയാണ്. ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെ സന്നദ്ധ അടിസ്ഥാനത്തിൽ ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ പ്രവർത്തിക്കാൻ തയ്യാറുള്ള LDF അനുഭാവികളെയാണ് കർമ്മസേനയിലേക്ക് റിക്രൂട്ട് ചെയ്യേണ്ടത്. അതായത് ഇതിൽ തന്നെ പാർട്ടിയെയും പാർട്ടി അനുഭാവികളെയും കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് എന്ന് സാരം. കത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും കേൾക്കുമ്പോൾ അരിഭക്ഷണം കഴിക്കുന്നവന് നവകേരള സർവേ സർക്കാർ പരിപാടിയാണോ അതോ പാർട്ടി പരിപാടിയാണോ എന്ന് അധിക നേരം ചിന്തിക്കേണ്ടി വരില്ല. ഏതു കൊച്ചുകുട്ടിക്കും പരിപാടിയുടെ ഉദ്ദേശം മനസ്സിലാകും. എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനങ്ങളെ ചാക്കിലാക്കാൻ യാത്രയും ജാഥയുമായി പലവിധ തന്ത്രങ്ങൾ പാർട്ടി പയറ്റാറുണ്ട്. ഓരോന്നും അത്രമേൽ വിവാദമായി തീരാറുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് പാർട്ടി നടത്തിയ നവകേരള യാത്ര നാം കണ്ടതാണ്. സഖാക്കളുടെ രക്ഷാപ്രവർത്തനം കൊണ്ട് യാത്ര ബഹുക്ഷേമമായിരുന്നു എന്ന് പറയാതെ വയ്യ. ഇനി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന മുന്നേറ്റ ജാഥയും മറ്റൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഇങ്ങനെ ഇലക്ഷൻ വരുമ്പോൾ മാത്രം വികസനത്തെ കുറിച്ച് അഗാധമായി ചിന്തിക്കുന്ന, ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ കാര്യങ്ങൾ ചെയ്യുന്ന മുഖ്യമന്ത്രിയും വൃന്ദവുമാണ് കേരളത്തിന്റെ രക്ഷ. കേരളത്തിന്റെ സഖാക്കളുടെ രക്ഷാപ്രവർത്തനമാണ് കേരളത്തിന്റെ സുരക്ഷ. 2026 കേരളത്തിന്റെ പോക്കറിയാത്ത സഖാവിന്റെ 2031 വിഷനാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്.